ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ കുംഭം മഹോത്സവത്തോടനുബന്ധിച്ച് 7ാം നാളിലാണ് പ്രസിദ്ധമായ മകം തുഴൽ നടക്കുന്നത്. കണ്ണപ്പന്റെ അടുത്ത ജന്മം വില്ലുമംഗലത്ത് സ്വാമിയാറായിരിക്കും എന്നായിരുന്നുവല്ലോ ഗുരുവാക്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാമിയാർ മകം നാളിൽ ചോറ്റാനിക്കരയിലെത്തി. അന്ന് രാത്രി ദേവി സ്വപ്നദർശനത്തിൽ കിഴക്കേ തീർത്ഥത്തിൽ തൻ്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ട്, അത് മുങ്ങിയെടുത്ത് കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തുക. എൻ്റെ രൗദ്രഭാവം കാരണം ഭക്തർക്ക് വിഷമമുണ്ടാകുന്നു. രൗദ്രഭാവം കുറച്ച് സ്വാതികഭാവം കൂട്ടാൻ എന്നിലെ ഭദ്രകാളി ചൈതന്യം കീഴ്ക്കാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്ന് ദേവി അരുൾ ചെയ്തു. ആ പുണ്യമുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് മകം തുഴൽ ആചരിച്ചു വരുന്നത്. 2 മണിക്ക് നട തുറക്കുമ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ സാന്ത്വനത്തിൻ്റെ അമൃതമഴ വർഷിക്കുന്നു. ജനലക്ഷങ്ങൾ ദേവിയെ ഒരു നോക്ക് കാണുവാൻ, വിഗ്രഹത്തിലെ ഒരു പൂവിതളെങ്കിലും ചൂടുവാൻ, അഭിഷേക തീർത്ഥജലത്തിൻ്റെ ഒരു കണികയെങ്കിലും ദർശിക്കുവാൻ, ശ്രീലകത്ത് നിന്ന് പ്രോജ്വലിക്കുന്ന ദിവ്യപ്രകാശധാര ഏൽക്കാൻ കൊതിച്ചുകൊണ്ട് എല്ലാവരും സ്വയം മറന്നുകൊണ്ട് അമ്മയെ വിളിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ. ദേവിയുടെ ശരണമന്ത്രം നാരായണനുമായി ചേർത്ത് ഭജിക്കുന്ന ഒരേ ഒരു അമ്പലവും ചോറ്റാനിക്കരയാണ്. മറ്റെല്ലാ ദുർഗാക്ഷേത്രങ്ങളിലും നാരായണി എന്ന ദേവിയെ സംബോധന ചെയ്യുമ്പോൾ മഹാവിഷ്ണു സമേതയായി ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ചോറ്റാനിക്കരയിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നത് ശരണമന്ത്രമായി വന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇവ മൂന്നും സമന്വയിക്കുന്ന ദേവീ സങ്കല്പമാണ് ചോറ്റാനിക്കരയിലേത്. സാധാരണയായി ദേവീക്ഷേത്രത്തിൽ ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായ ഭദ്രകാളി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. എന്നാൽ ചോറ്റാനിക്കരയിൽ ശൈവ സങ്കല്പത്തിലുള്ള ഭദ്രകാളിയായും വൈഷ്ണവ സങ്കല്പത്തിലുള്ള ലക്ഷ്മി നാരായണ രൂപത്തിലും ദേവി ആരാധിക്കപ്പെടുന്നു എന്നത് പ്രത്യേകതയാണ്. മാംഗല്യ സൗഭാഗ്യമാണ് മകം തൊഴിലിൻ്റെ ഏറ്റവും വലിയ സാഫല്യം. കന്യകമാർ മകം തൊഴുതാൽ അടുത്ത മകം എത്തുന്നതിന് മുൻപ് തന്നെ വിവാഹം നടക്കും എന്ന് വിശ്വസിച്ചു പോരുന്നു. വിവാഹിതരായ സ്ത്രീകളോ ദീർഘസുമംഗലിയായിരിക്കാനാണ് മകം തൊഴുന്നത്. ആദിവ്യാധികൾ ഒഴിഞ്ഞ് ദുർഘടങ്ങളെല്ലാം അകന്ന് സൽസന്താനഭാഗ്യത്തിനും ദേശ അഭിവൃദ്ധിക്കുമായി ഭക്തിപുരസ്സരം വിശ്വാസികൾ മകം തൊഴിലിനെത്തിച്ചേരുന്നു. വിശേഷാൽ തങ്കഗോളകയും ആഭരണങ്ങളും പട്ടുടയാടയും താമരമാലയും അണിഞ്ഞ് നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഇത്തവണ മകം തൊഴിലിന് പതിവിൽ കവിഞ്ഞ ഭക്തജന സാന്നിധ്യം കാണുവാൻ കഴിഞ്ഞു. ദർശനം വൈകിട്ട് 9:30 വരെ ആയിരുന്നുവെങ്കിലും 10,000-കണക്കിന് ഭക്തർ ദർശന സമയം കഴിഞ്ഞും ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ തിരക്കിനിടയിൽ മന്ത്രയ്ക്കും ഒരു മിന്നായം പോലെ കിളിവാതിലൂടെ അമ്മയുടെ ദർശനം ലഭ്യമായി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദർശനത്തിനായി കാത്തുനിന്ന എല്ലാ ഭക്തർക്കും ദർശനഭാഗ്യം ലഭ്യമാകും എന്ന വിശ്വാസത്തിൽ മന്ത്രം വിടവാങ്ങി. എല്ലാ ചോറ്റാനിക്കര ദേവി ഭക്തർക്കും അമ്മ നല്ലത് വരുത്തട്ടെ. ഓം ചോറ്റാനിക്കര ദേവിയെ നമഃ.